Hi students, Annual IT Exam 2022 Standard 8th Presentation ഭാഗത്ത് LibreOffice Impress ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. Prepare the first 2 slides of a presentation on the history of the internet in LibreOffice Impress as per the instructions given below. In the first slide, type history of internet and set the font Calaidia, giving font size 40 and font color blue. Give animation effect box to the text history of internet. In the second slide, insert the image history internet PNG given in the folder images 18 home and resize it into the appropriate form. Save the prepared presentation in the folder exam 18 home with your register number _ question number as the file name. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റർനെറ്റിന്റെ ചരിത്രത്തെക്കുറിച്ച് തയ്യാറാക്കുന്ന ഒരു പ്രസന്റേഷൻ ആദ്യത്തെ 2 സ്ലൈഡുകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുക. ഒന്നാമത്തെ സ്ലൈഡിൽ ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റിന് ഫോണ്ട് കലീഡിയ, ഫോണ്ട് വലുപ്പം 40, ഫോണ്ട് നിറം നീല എന്ന ഫോർമാറ്റുകൾ നൽകുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് കാണിക്കുന്നുണ്ട്. നമുക്കിത് ആവശ്യമില്ലാത്തതുകൊണ്ട് ക്യാൻസൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫസ്റ്റ് സ്ലൈഡ് ടൈപ്പ് ദ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് സെറ്റ് ദ ഫോണ്ട് കലീഡിയ. അപ്പോൾ അതേപോലെ ഈ പറയുന്ന ഫോണ്ട് സൈസും ഫോണ്ട് കളറുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ ടൈറ്റിൽ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ടൈറ്റിൽ മാത്രമുള്ള സ്ലൈഡ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫോണ്ട് കലീഡിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടുന്നോ അല്ലെങ്കിൽ ഇവിടെയോ നമുക്ക് യൂസ് ചെയ്തിട്ട് കലീഡിയ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഉള്ളത് കൊടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്ന ഫോണ്ട് സൈസ് 40, ഫോണ്ട് കളർ ബ്ലൂ ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് നമ്മൾ 40 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലൂ കളർ സെലക്ട് ചെയ്യാം. ഒന്ന് ബോൾഡും ആക്കിയേക്കാം. എന്നിട്ട് നമ്മളിതിനെ ഒരു സെൻറ്ററിലായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് കൊടുത്തു. ഗിവ് ആനിമേഷൻ എഫക്റ്റ് ബോക്സ് ടു ദ ടെക്സ്റ്റ് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആനിമേഷൻ എന്നുള്ളത് കൊടുക്കുക. അതിൽ ഇവിടെ പ്ലസ് കൊടുക്കുക. ഇതാണ് സെലക്ട് ആയിരിക്കുന്നത്, പ്ലസ് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബോക്സ് എന്ന് പറയുന്നതാണ്. ബോക്സ് എന്ന് പറയുന്ന എഫക്റ്റ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ബോക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ സെക്കൻഡ് സ്ലൈഡ് ഇൻസേർട്ട് ദ ഇമേജസ് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് .png ഗീവൺ ഇൻ ദ ഫോൾഡർ ഇമേജസ് 18 ഹോം റീസൈസ് ഇറ്റ് ടു ദ അപ്രോപ്രിയേറ്റ് ഫോം. അപ്പോൾ രണ്ടാമത്തെ ഒരു സ്ലൈഡ് നമ്മൾ ഉണ്ടാക്കണം. അതിനായിട്ട് സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് വേണ്ടത് ഒരു പിക്ചർ മാത്രമാണ്. അപ്പോൾ ഇവിടെ ടൈറ്റിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പിക്ചർ മാത്രം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇൻസേർട്ട് ഇമേജ് എടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അതെടുത്തു. അതിൽ ഹോം എടുക്കുക, ഇമേജസ് 8 എടുക്കുക. ഇവിടെ ഇൻ്റർനെറ്റ് എന്നുള്ളതാണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞാൽ. ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. അപ്പോൾ ഇത്രയും വലിയൊരു ഇമേജാണ്. അതിനെ നമുക്കൊന്ന് ഇവിടെയുള്ള ഈ ഒരു സ്ക്വയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് വേണ്ട രീതിയിലൊന്ന് ചെറുതാക്കാം. എന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സേവ് ദ പ്രിപ്പയർഡ് പ്രസൻറ്റേഷൻ ഇൻ ദ ഫോൾഡർ എക്സാം 18 ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അതിൽ ഹോമിൽ എക്സാം 8 എന്നുള്ളിടത്തെടുത്തു. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള ക്ലാസ് ഡിവിഷനും നമ്പറുമാണ് കൊടുത്തു. ഇനി അത് സേവ് എന്ന് കൊടുക്കുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prepare the first 2 slides of a presentation to present in a school seminar on World Health Day. In LibreOffice Impress following the instructions given below. In the first slide, type World Health Day 2022 and set the text font
as free sans with font size 48 and font color red. In the second slide, include the image World Health Day.jpg given in the folder Images 18 home and resize it to appropriate size. Type Our Planet, Our Health below the picture. Set the text font as free sans with font size 26 and make it bold. Save the presentation in the folder Exam 18 home with your register number _ question number as file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടത്തുന്ന സെമിനാറിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പ്രസന്റേഷന്റെ ആദ്യത്തെ 2 സ്ലൈഡുകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് LibreOffice ഇംപ്രസിൽ തയ്യാറാക്കുക. ഒന്നാമത്തെ സ്ലൈഡിൽ വേൾഡ് ഹെൽത്ത് ഡേ 2022 എന്ന് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റിന് ഫോണ്ട് ഫ്രീ സാൻസ്, ഫോണ്ട് വലിപ്പം 48, ഫോണ്ട് നിറം ചുവപ്പ് എന്ന് നൽകുക. ഇതൊന്നും നമുക്ക് ചെയ്തു നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസ്, ഓഫീസ്, LibreOffice ഇംപ്രസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്യാൻസൽ കൊടുക്കുന്നു. ഇവിടെ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ടൈറ്റിലാണ്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടൈറ്റിൽ മാത്രമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഡേ 2022 ആണ്. അവിടെ ടൈപ്പ് ചെയ്യാം. വേൾഡ് ഹെൽത്ത് ഡേ 2022 എന്ന് ടൈപ്പ് ചെയ്തു. അതിൽ അതിൻ്റെ ഫോണ്ട് കൊടുക്കേണ്ടത് ഫ്രീ സാൻസ് എന്നുള്ളതാണ്. സെലക്ട് ചെയ്യുക. ഇവിടെ ഫ്രീ സാൻസ് എന്ന് കൊടുത്തു. അതേപോലെ ഇവിടെ ഫോണ്ട് സൈസ് എന്നുള്ളത് 48. കളറ് ഇവിടെ തന്നിരിക്കുന്നത് റെഡാണ്. റെഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്ലൈഡിൽ നമ്മളോട് പറഞ്ഞത്. ഇനി സെക്കൻഡ് സ്ലൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊന്ന് സെൻറ്ററിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി സെക്കൻഡ് സ്ലൈഡ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡ് എന്നുള്ളിടത്ത് ന്യൂ സ്ലൈഡ് കൊടുക്കാം. ഈ സെക്കൻഡ് സ്ലൈഡിൽ ഈ ഒരു ഇത് വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പിക്ചർ വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പിക്ചർ എന്നുള്ള ഇൻസേർട്ട് ഇമേജ് എന്നുള്ളത് എടുത്തു. ഹോമിൽ എക്സാം ഇമേജസ് 8 വേൾഡ് ഹെൽത്ത് ഡേ എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വേണ്ട രീതിയിലൊന്ന് ചെറുതാക്കുക. അവിടെ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് ബിലോ ദ പിക്ചർ, സെറ്റ് ദ ഫോണ്ട് സൈസ് ഫ്രീ സാൻസ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനാണ്. അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ടെക്സ്റ്റ് ബോക്സ്, ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളൊരു ടൂളുണ്ട്. അത് സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഇത് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തു. സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്തു. അതേപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫോണ്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫോണ്ട് ഫ്രീ സാൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫ്രീ സാൻസ് എന്ന് സെലക്ട് ചെയ്യുന്നു. അതേപോലെ സൈസ് 26 ആണ്. അതേപോലെ ബോൾഡ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈസ് 26 കൊടുത്തു. അതുപോലെ ബോൾഡും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞു. കളറൊന്നും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും ചെയ്തു. അതിന് ശേഷം വേണ്ട സ്ഥലത്ത് അറേഞ്ച് ചെയ്തു. ഇനി നമ്മളോടിത് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ എക്സാം 8 എടുത്തു. ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക. ഇപ്പം 8th ബിയിലെ കുട്ടിയാണെങ്കിൽ 8th B, 21 ആണെങ്കിൽ _ question number 2 കൊടുത്തു സേവ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.